ബൈസൺ വാലിയിലെ സൂര്യകാന്തി പാടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. ഒരേക്കർ സ്ഥലത്താണ് സൂര്യകാന്തി പൂവിട്ടിരിക്കുന്നത്. ക്രിസ്മസ് അവധിയോടനുബന്ധിച്ച് നിരവധി സഞ്ചാരികളാണ് സൂര്യകാന്തി പാടം കാണുവാനെത്തുന്നത്. ക്രിസ്തുമസ് ന്യൂ ഇയർ അവധി ആഘോഷമാക്കുവാൻ നിരവധി സഞ്ചാരികളാണ് ഇടുക്കിയുടെ മലകയറിയെത്തുന്നത്. മഞ്ഞും കുളിരും ആസ്വദിക്കുന്നതിനൊപ്പം വർണ്ണവസന്തം തീർക്കുന്ന ബൈസൺ വാലിയിലെ സൂര്യകാന്തി പാടവും സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് ആയിരക്കണക്കിന് സഞ്ചാരികളാണ് സൂര്യകാന്തി പൂക്കൾ കാണുവാനായി എത്തിയത്. ചിത്രങ്ങളും സെൽഫിയും പകർത്തി ആഘോഷമാക്കുകയാണ് സഞ്ചാരികൾ. ബൈസൺ വാലിയുടെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷകനും ടൂറിസം സംരംഭകനുമായ ജിജോ സൂര്യകാന്തി കൃഷിക്ക് തുടക്കം കുറിച്ചത്. ബൈസൺ വാലി രാജാക്കാട് റോഡിൽ 100 മീറ്ററോളം സഞ്ചരിച്ചാൽ സൂര്യകാന്തി പൂക്കളുടെ മനോഹാരിത കാണുവാൻ സാധിക്കും. സൂര്യകാന്തി തോട്ടം വളരെ മനോഹരമായിരിക്കുന്നു. ഇതിൻ്റെ ഒരു ആശയം നല്ലൊരു ആശയമാണ്. ഇത്തരം പൂക്കളെ കാണാനും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ആളുകൾക്ക് വളരെ സന്തോഷം, കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നമ്മുടെ ഹൈറേഞ്ച് പ്രദേശത്തെ കർഷകർക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്താവുന്ന ഏറ്റവും നല്ല ഒരു പരിപാടിയാണ് ഈ സൂര്യകാന്തി കൃഷി എന്ന് പറയുന്നത്. അവർക്ക് സൂര്യകാന്തിയിൽ നിന്നുള്ള വരുമാനത്തോടൊപ്പം തന്നെ ഇത്തരം ടൂറിസ്റ്റുകളെ ആകർഷിച്ചുകൊണ്ടുള്ള വരുമാനം കൂടി ഉറപ്പാക്കാൻ കഴിയും. വളരെ നല്ല നിലയിലേക്ക് ഇത്തരം മേഖലയിലേക്ക് കർഷകർ കൂടുതലായി എത്തിച്ചേരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ വർഷം മുട്ടുകാട് പാടശേഖരത്തിൽ 1/2 ഏക്കറിലധികം സ്ഥലം പാട്ടത്തിനെടുത്ത് ജിജോ സൂര്യകാന്തി കൃഷി ചെയ്തിരുന്നു. മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന ബൈസൺ വാലി പഞ്ചായത്തിലെ മുട്ടുകാട്ടിലുള്ള സൂര്യകാന്തി പാടം കാണാൻ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം എത്തിയത്. ഇതേ തുടർന്നാണ് ഈ വർഷം 40 ഏക്കറിന് സമീപം സ്വന്തമായുള്ള 1 ഏക്കറോളം സ്ഥലത്ത് ജിജോ സൂര്യകാന്തി കൃഷി ചെയ്തത്.